ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കാര്യങ്ങൾ തിരിച്ചറിയാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത്. പ്രായം അതിനൊരു ഘടകമേയല്ല. ഇപ്പൊ തന്നെ എന്റെ ഈ ചോദ്യത്തിൽ നിന്ന് വളരെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള നിന്റെ ഈ കഴിവ് നീ എവിടുന്നാ നേടിയത്? എന്റെ അച്ഛ, ഞാൻ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. നന്ദേട്ടൻ ഇതുവരെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിവോഴ്സിന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ അച്ഛനോടത് പറഞ്ഞ അത് മതി അച്ഛൻ ഇവിടെ തളർന്നു വീഴാൻ. ഈയിടെയായിട്ട് നന്ദൻ അധിക സമയവും ഓഫീസിലില്ല. അത് നിനക്കറിയാവോ? ഇല്ല, എന്നോടതാരും പറഞ്ഞിട്ടില്ല. ഓഫീസ് കാര്യങ്ങളിലും അവൻ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. അതെല്ലാം ധനുഷിനെ കമ്പനിയിൽ നിയമിച്ചതുകൊണ്ടുള്ള എതിർപ്പാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതല്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഓഫീസിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നിന്നോട് സച്ചി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടും നന്ദന്റെ കാര്യം മാത്രം അവൻ നിന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കും? അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഓഫീസ് കാര്യങ്ങളൊന്നും സച്ചേട്ടൻ എന്നോട് പറയാറില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ നന്ദേട്ടനോടൊന്ന് സംസാരിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്യാം. ഇപ്പൊ അച്ഛൻ പോയി കിടക്ക്. കുഞ്ഞുറങ്ങിയിട്ടില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അർച്ചനെ, എന്താ അച്ഛാ? എന്റെ 3 ആൺമക്കളും എനിക്കൊരുപോലെയാ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിന് ഇവിടെ ഇപ്പൊ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നിനക്കുറപ്പാണല്ലോ അല്ലേ? അതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയില്ലേ? എനിക്ക് പേടിയാ മോളെ. ചുറ്റും കാണുന്ന ജീവിതങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പലരുടെയും കുടുംബജീവിതങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കില. പുറമേ നോക്കുമ്പോ എല്ലാം നന്നായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നതായി നമ്മൾ കരുതും. പക്ഷേ സംതൃപ്തമാണെന്ന് നമ്മൾ കരുതുന്ന പല കുടുംബങ്ങളുടെയും ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവരെല്ലാം ജീവിക്കുന്നത് ഓരോ തരത്തിലുള്ള മുഖാവരണങ്ങൾ എടുത്തണിഞ്ഞിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. പുറത്ത് നമ്മൾ കാണുന്ന ജീവിതമല്ല അവർക്കകത്തുള്ളത്. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അവരുടെ കുടുംബജീവിതം എന്നും സന്തോഷമായിരിക്കണം. അത് എനിക്ക് നിർബന്ധം. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. മോള് ചെല്ല്. ശരി അച്ഛാ.